ഇവരെല്ലാം ഓജോ ബോർഡ് കളിപ്പിക്കുന്ന ആള്. ഒരു മിനിറ്റ് എടാ, ഇത് എന്താ വെച്ചാൽ പുറത്തുനിന്ന് ആളിറക്കി നമ്മള് ഓജോ ബോർഡ് കളിക്കാൻ വേണ്ടി അത് വായിക്കി കാംലി ₹179 സൂപ്പർ ചാറ്റ്. വക്കീൽ ഫുൾ ലുക്കാണ്, ഫോർമൽ പോയടാ. ഇത് മാറിയാ നിക്കേ, ഇതെന്താ ഷവർമേ മെഴുകുതിരി. ഇങ്ങുവാ മുത്ത അല്ല എടാന്നെല്ലാം വിളിക്കാൻ പറ്റും. എത്ര വയസ്സുണ്ട്? സീനില്ലല്ലോ. ഒന്ന് മുഖം റിവീൽ ചെയ്തോ നോക്കട്ടെ. മുഖം റിവീൽ ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്ന് കാര്യങ്ങള് ഒന്ന് പറഞ്ഞു. കളിക്കാൻ അണ്ടർടേക്കർ എന്നല്ല പറയും നിങ്ങൾ. ഇത് മാറ്റാൻ പറ്റുമോ? മന്ത്രവാദിയല്ല, സീനാവോ? അതൊന്നും സീനില്ല. അണ്ടർടേക്കർ ഓ എടാ ഇവന് ഞാൻ ഒരു കാര്യം പറ്റേ. നമ്മള് ഓജോ ബോർഡ് കളിക്കുന്ന ഇവന്മാരെല്ലാം നിങ്ങൾ ഏൽപ്പിച്ച്, ഞാൻ കാര്യം പറ്റേ, ഇവന്മാരെല്ലാം നിങ്ങൾ ഓജോ ബോർഡ് നട്ട് ഏൽപ്പിച്ച് ലാസ്റ്റ് ഓജോ ബോർഡിന്റെ ആളെ കൊണ്ടുവന്നാരാ W തൊപ്പി അരക്ക് ഇടാണ്ട് നിങ്ങൾ പോകണ്ട മോനെ. ഓജോ ബോർഡിന്റെ ആളെ കൊണ്ടുവന്ന ഞാനാ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് ശുക്കൂറല്ലേ? ഈ ശുക്കൂർ ഓജോ ബോർഡ് അറിയില്ല. ഇവൻ ബോർഡ് കൊണ്ടുവന്നില്ലേ? ഇത് റാമോന്റെ അനിയനാ. ഞാൻ വെറുതെ അങ്ങനെ ഊക്കല്ലേ കാര്യമല്ല. ചെക്കൻ നമുക്ക് സാധനം കൊണ്ട് തന്നില്ല. ഈ റാമോനെ 2 മാസം ബോർഡ് ഉണ്ടല്ലോ, ചെക്കൻ കൊണ്ടല്ലോ. താങ്ക്സ് റാമത്തെ, താങ്ക് യുടാ. കാര്യങ്ങൾ പറ, ഓജോ ബോർഡിന്റെ കാര്യങ്ങൾ. എന്തേലും വക്കീൽ ഫുൾ ലുക്കാണ്. പുറത്താക്കണ വേണ്ടാന്ന് ഞാൻ പോണില്ല. റാംബോന്റെ ഫസ്റ്റ് കോപ്പിയാ. അതാ ഞാൻ പറഞ്ഞത്, റാംബോന്റെ ബ്രദറിനെ കൂട്ടിട്ട് വന്നതാണ്. റാംബോ ട്വിൻ ബ്രദർ എന്നല്ല പറയുന്നത്. നീ ഇതിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് നീയാന്ന് ഓജോ ബോർഡിന്റെ പേരെന്താ? നീ നല്ല വിളിക്കാൻ പറ്റില്ല, കുഴപ്പമില്ലല്ലോ, പ്രശ്നമില്ലല്ലോ. നമ്മള് കളിക്കുന്നല്ല. സംസാരിക്കുന്നില്ല മോനെ, റെസ്പെക്ട് പറ. നമ്മള് കളിക്കാൻ വേണ്ട ആളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുന്നുള്ളൂ. ഇതെന്ത് ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങളെ മൊത്തം ഒരുപാട് സംഭവം സെറ്റ് ആക്കാതെ നിങ്ങളല്ലേ ഇതിന്റെ മെയിൻ. അല്ല ഇവൻ നേരത്തെ വന്നപാട് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു. സംഭവം ഇവന് ഇത് ചെയ്യാനുള്ള ഇതില്ല, ഈ ബോർഡ് തന്നിട്ട് പോവാന്ന് ഇവൻ പറയുന്നത്. അപ്പൊ ഇവര് അപ്പൊ ഈ സോറി നിന്റെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എടാ മുത്തേ, ഞാൻ ഒരു കാര്യം പറട്ടെ, ഇത് എന്റെ മിസ്റ്റേക്ക് അല്ല. ഇത് എന്റെ മിസ്റ്റേക്ക് അല്ല. ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു കാര്യം പറട്ടെ. ഇവൻ വന്നപാട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവൻ വന്നപാട് എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കളിക്കാൻ ഇവനക്ക് അറിയില്ല, ഇത് കളിപ്പിക്കാൻ ഒരാളെ വേണം. ഞാൻ മിഞ്ഞാന്ന് മറ്റേ ഓജോ ബോർഡ് കളിപ്പിക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പം ബോർഡ് മാത്രം കൊണ്ടുവരാനല്ല ഞാൻ പറഞ്ഞത്, കളിക്കാനും കൂടി ഒരാൾ വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, കളിപ്പിക്കാൻ. അപ്പൊ എന്റെ മിസ്റ്റേക്ക് അല്ല. W അലക്കരുത്, എല്ലാം ഇടരുത്. W അലക്കരുത്, ബാക്കി എല്ലാം അമ്മ അലക്കറിയില്ല. എല്ലാം വരാൻ തുടങ്ങി. എങ്ങനെ കളിക്കാൻ ആളുണ്ട്, കളിക്കാൻ നമ്മളത്തെ ആളുണ്ട്. ഫുട്ബോളാണ് എടുത്തോ ആള് നാളെത്തും. ഇതാണ് സംഭവം ഗൈസ്. ഞാൻ എന്റെ ജോലി ഞാൻ നല്ല കൃത്യമായിട്ട് ചെയ്തു. എല്ലാം ഇട്ടിട്ട് കാര്യമില്ല. വെറുതെ എല്ലാം ഇടരുത്. ഞാൻ കാര്യം ലൈവ് തുടങ്ങിയ പാട് മൂട് കളിയല്ല. മുത്ത ലൈവ് തുടങ്ങിയ ആട് മൂട് കളിയല്ല. ഇത് സംഭവം എന്ന് വെച്ചാൽ ബോർഡ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പം വെറുതെ ബോർഡ് ഇവിടെ നിലത്ത് വെച്ചിട്ട് 2 കോയിൻ ഇട്ടിട്ട് മാറ്. ബോർഡ് അവിടെ വെക്കണം. ഷവർമ മാറ്റി വെച്ചോ? ഷെയർ വരടാ. അതായത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ ബോർഡ് ഇട്ടിട്ട് കളിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കളിക്കാൻ ഞമ്മക്ക് അറിയില്ല. പിന്നെ ഈ കൊണ്ടുവന്ന ഇവന് സംഭവം ഇതെല്ലാം അറിയാന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ഇവനെ കൊണ്ടുവന്ന് ഇവന് ഇവിടെ വന്നിട്ട് ഇപ്പം ലിറ്ററലി അരമണിക്കൂർ മുമ്പ് ഇവൻ വന്നത്. നീ എത്ര മണിക്കാ വന്നത്? 10:30 മണിക്കാണ് ഇവൻ വന്നത്. മനസ്സിലായി? എനിക്ക് ഇത് പെട്ടെന്ന് ഒരാളെ സെറ്റ് ചെയ്യാന്ന് വേണ്ടിട്ട് ഞാൻ ഇവിടെ മറ്റേ ഇതൊന്നും അല്ല നടത്തുന്നത്. മനസ്സിലാവും? 10:30 ഇവൻ വന്നത്. ഇന്ന് ഓജോ ബോർഡ് കളിക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് സെറ്റാക്കി, എല്ലാം സെറ്റാക്കി. ഇത് ഞാൻ ഓജോ ബോർഡിന്ന് ക്യാപ്ഷൻ വരെ ഇട്ടിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിട്ട് വെച്ചതാണ്. അപ്പൊ അതിപ്പോ 10:30 വന്ന് കയറി വെച്ച് അറിയുന്നത് ബോർഡ് ഉണ്ട്, പക്ഷെ എനിക്ക് കളിക്കാൻ അറിയില്ല. ഞാൻ എന്ത് ചെയ്യണം ചേട്ടൻ പറയാം. ഇപ്പം വേണേ നമുക്ക് വെറുതെ തട്ടിക്കൂട്ടി അവിടെ ബോർഡ് ഇട്ടിട്ട് കളിക്കാം. പക്ഷെ അത് ഇതുണ്ടാവില്ല, അത് രസം ഉണ്ടാവില്ല. ലൈറ്റ് ഓഫ് ചെയ്യുന്ന ഓക്കെ. അങ്ങനെ തട്ടിക്കൂട്ടി കളിക്കാൻ വേണ്ടത് വെറുതെ കളിച്ച വർക്കാവില്ല. ഞാൻ പറയുന്നത് അറിയോ, ഇത് പ്രോപ്പർ ആയിട്ട് ഈ ഓജോ ബോർഡിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ എന്താ പറയാ, നമുക്ക് ആ സ്കാരി മൂഡിലല്ല പ്രേതത്തിനെ വരുത്തിക്കാൻ പറ്റുന്ന ഒരാൾ വേണം അല്ല, ഇതിനെ കുറിച്ച് നോളജ് ഉള്ള ഒരാൾ വേണം. എന്നാലും ഇത് കളിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞത് ഇവൻ പറയുന്നത് വെച്ചാൽ നാളെ ആളെത്തുന്ന പറയുന്നത്. ഇവനിപ്പോ ബോർഡ് കൊണ്ടുവന്നിട്ടുള്ളത് നാളെ ഇവന്റെ ആരോ കളിപ്പിക്കുന്ന ആളുടെ അല്ലേ, എന്താണ് ആരാ
ആള് നമ്മളെ ഇത് ചെയ്ത് തന്ന ഒരാളാണ്. ഇവനാണെങ്കിൽ ഒരു ബുദ്ധിങ്ങിയാണ്. ഇവ അധികം സംസാരിക്കുന്ന പോലില്ല. ഇവനെ വെച്ചിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഫ്ലോപ്പ് ആവും. പ്രേതം വരൂല, ഒന്നും വരില്ല, ഒരു രസം ഉണ്ടാവില്ല. ഇത് പ്രേതം വന്നാലും ഒരു ത്രില്ല് ഉണ്ടാവും അല്ല. പ്രേതം വരണം ലാസ്റ്റ് വേണം. പിന്നെ വേറൊരു സീനുണ്ട്. എന്ത് സീനും ഒരു സീനും ഇല്ല. ഇതെല്ലാം അഥവാ അല്ല, ഇപ്പൊ നമ്മള് വലിയ കുഴപ്പമില്ലാണ്ട് ഡെയിലി ലൈവും ചെയ്ത് എല്ലാരും ഹാപ്പിയാക്കി നമ്മളും ഹാപ്പിയായി നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇനി ഇത് കളിച്ചിട്ട് ഒരു നെഗറ്റീവ് എനർജി കയറി വന്ന് മൊത്തം കാര്യങ്ങൾ കൊളായി, ആർക്കെങ്കിലും അപകടം പറ്റി, അങ്ങനെ ഇങ്ങനെ നെഗറ്റീവ് വരും. ആർക്കറിയില്ല. കളിക്കാൻ പറ്റോ? സെമിത്തേരി കളിച്ച പ്രേതം എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീട് തന്നെ കളിക്കാൻ പേടി. സെമിത്തേരി എനിക്ക് ധൈര്യമുണ്ട്. നല്ല പെണ്ണാണെങ്കിൽ എന്താ ഓൾറെഡി ഈ ഏരിയ അങ്ങനെയാണടാ. ഇതിന്റെ ഇടയിൽ ഒറ്റപ്പെട്ട സെമിത്തേരി പോയി കളിച്ചാലോ? നിങ്ങക്ക് കാര്യങ്ങൾ അറിയാം. അവിടെ പോയി കളിച്ചിട്ട് അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ സെമിത്തേരിയിൽ നമുക്ക് കേറാൻ പറ്റുമോ? നാട്ടുകാർ പ്രശ്നമാക്കില്ല. അതില് പെർമിഷൻ ആളുകളില്ലല്ലോ സെമിത്തേരി. ഇവരെടുത്ത ലോക്കൽ ഇവര് നാട്ടുകാർ, ഇവർക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാം. സെമിത്തേരിയിൽ ആരും ഇതായിട്ടുള്ള ആരും ഉണ്ടാവില്ലല്ലോ. സിമിത്തേരി ആൾക്കാരായിരിക്കും. സെമിത്തേരിയിൽ ആരും ധൈര്യമില്ലല്ലോ. എന്തായാലും ഇവിടെ അമ്പലമുണ്ട്, അമ്പലത്തിൽ സ്പിരിറ്റ്സ് ഉണ്ട്, അമ്പലത്തിൽ അന്നദാനം കൊടുക്കാൻ പോകുന്നല്ല, ഇത് കളിക്കാൻ പോകുന്നത്. സെമിത്തേരി കളിക്കണം. എന്ത് പറയുന്നത്? യെസ് ഓറോ? ഈ കുര്യാക്കോസിന്റെ ഐഡിയ അതാ എന്റെ പേടി. ബുദ്ധിയില്ലാത്ത ഒരുത്തനാണ് കുര്യാക്കോസ്. ആണ് ഒരു കുരിശാണ് കാര്യം. ലാസ്റ്റ് ഇവന് ചിലപ്പോ പ്രശ്നം ഉണ്ടാവില്ല. ഇവൻ ഒരു മിനിറ്റ്. കുര്യാക്കോസ് ഗോസ്റ്റ് ആണ്. കുര്യാക്കോസ് നമ്മളെ ട്രാപ്പിലാക്കുന്ന ഇതായിട്ട് പ്ലാനേ. സെമിത്തേരി ഒന്നും വേണ്ട. കുര്യാക്കോസിന്റെ മാസ്റ്റർ പ്ലാൻ ഇതായിരിക്കോ? മാസ്റ്റർ പ്ലാനാ. കുര്യാക്കോസിന് മാസ്റ്റർ പ്ലാനിൽ ഇടാനുള്ള ബുദ്ധി ഉണ്ടാടാ. ഇവനൊന്ന് നോക്കിയത്. നീ അങ്ങോട്ട് ആ മുഖത്തേക്കൊന്ന് നോക്കിയാ ഒരിക്കലും